നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിലൂടെ 10 അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അഡ്വർടൈസ്മെന്റ് ആയിട്ടും ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാതെ ഇത് സാധിക്കുമില്ലയോ എന്നുള്ളതാണ്. ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ബട്ട് അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു 3-4 പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10 to 15 years കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ബട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് 5 സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു 10 അല്ലെങ്കിൽ 15 yearsനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി ഇൻഡസ്ട്രിയിലെ ഒരു ഹിസ്റ്ററി അങ്ങനെയാണ്. ആദ്യത്തേന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ ഗ്രോത്ത് ലൊക്കേഷനിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം. ബട്ട് അവിടുത്തെ ലോ സപ്ലൈ ആയിരിക്കണം പ്രോപ്പർട്ടി. ഇതിൽ തമ്മിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ട്, ഹൈ ഗ്രോത്തും ലോ സപ്ലൈയും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റൽ ഗ്രോത്ത് എപ്പോഴും കൂട്ടുന്നത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത്, യൂസ് യുവർ ലിവറേജ് വൈസ്ലി എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ വൈസ് ആയിട്ട് യൂസ് ചെയ്യണം. അതായത് വൈസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മണി സേവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബാങ്കിന്റെ മണി എടുത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ പറ്റാവുന്നത്ര ലോൺ എടുക്കുകയുള്ളൂ. കൂടുതൽ ലോൺ എടുത്ത് നമ്മൾ തന്നെ ഒരു എക്സോസ്റ്റഡ് ആവാത്തൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വിറ്റിട്ട് അതിന്റെ കുറച്ച് എമൗണ്ട് നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എൻട്രി ആൻഡ് എക്സിറ്റ് കോസ്റ്റ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വാങ്ങുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നുണ്ട്, എക്സിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കണം. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് നാള് ഒരു 8 അല്ലെങ്കിൽ 10 വർഷം അത് ഹോൾഡ് ചെയ്യാനുള്ള രീതിയിൽ വേണം നമ്മൾ പ്രോപ്പർട്ടി നടത്താനായിട്ട്. ഓസ്ട്രേലിയയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 7% ക്യാപിറ്റൽ ഗ്രോത്ത് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. അപ്പൊ അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു 10 years കഴിയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് എത്രയുണ്ടെന്ന്. നെക്സ്റ്റ്, നമ്മുടെ റെന്റൽ ഇൻകം എങ്ങനെയും കൂട്ടാനുള്ള വഴികൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുറച്ച് കോസ്മെറ്റിക് റെനോവേഷൻസ് നടത്തുകയോ ഒരു ഗ്രാനി ഫ്ലാറ്റ്സ് ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഒരു റെന്റൽ ഇൻകം നമുക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഗ്രാൻഡ് ഫ്ലാറ്റ് അധികമല്ല. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒക്കെ നമ്മൾ അതേസമയം കൂടുകയാണ് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈ അക്രോസ് ഓൾ ദി സ്റ്റേറ്റ്സ്. വീടിന്റെ അടുത്തുള്ള തന്നെ പ്രോപ്പർട്ടികൾ 1-2 പ്രോപ്പർട്ടികൾ വാങ്ങാതെ അക്രോസ് ഓസ്ട്രേലിയ പല സബർബ്സിലും അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിലും പോയി പ്രോപ്പർട്ടീസ് വാങ്ങുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് ടാക്സ് കുറവായിരിക്കും. നമ്മൾ പല സ്റ്റേറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ലാൻഡ് ടാക്സ് ഒരു ത്രെഷോൾഡ് ഉണ്ടാവും. ആ ലിമിറ്റിനുള്ളിൽ വാങ്ങുന്നുണ്ട്, നമുക്ക് ആ സ്റ്റേറ്റിൽ ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. പിന്നെ മാർക്കറ്റ് റിസ്ക് നമുക്ക് കുറവാണ്. പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം ഇത്തിരി ഡൗൺ ആയാലും മറ്റു സ്ഥലത്ത് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് കൊണ്ടൊന്നും ഒരു ബെനിഫിറ്റ് ഇല്ല. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക, പ്ലാൻ ചെയ്യുക, വാങ്ങുക. ഒരു പ്രോപ്പർട്ടിയോ 2 പ്രോപ്പർട്ടിയോ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അടുത്ത പ്രോപ്പർട്ടി എങ്ങനെ വാങ്ങാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, അപ്പൊ ശരി, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ യു നെക്സ്റ്റ് ടൈം.